Dear students, welcome to our maths class. In the last class, we studied the second chapter, that is sharing, equal share. Now, we are going to study our third chapter, that is numbers up to 1000. 1000 വരെയുള്ള numbers ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലേ? ടീച്ചർ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 1 1. 1 1 എന്ന് പറഞ്ഞാല് 1 ആണ്. 10 ones എന്ന് പറഞ്ഞാല് 10 ആണ്. 10 tens എന്ന് പറഞ്ഞാല് 100 ആണ്. 20 tens എന്ന് പറഞ്ഞാല് 200 ആണ്. ഇതുവരെയാണ് നമ്മൾ നമ്പേഴ്സ് പഠിച്ചിട്ടുള്ളത്. Second term, you studied numbers up to 20. 200, not 20, 200. 200 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് നമ്മൾ പഠിച്ചു 1 1 എന്ന് പറഞ്ഞാല് 1 ആണ്. 10 1 എന്ന് പറഞ്ഞാല് 10 ആണ്. 10 പത്തുകൾ എന്ന് പറഞ്ഞാല് 100 ആണ്. 20 പത്തുകൾ എന്ന് പറഞ്ഞാല് 200 ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 200ന് ശേഷമുള്ള നമ്പേഴ്സ് ആണ്. ഇവിടെ നോക്കൂ, here this is only one place. place value 1 ആണ്. അല്ലേ? 1ലെ ഒരു നമ്പർ മാത്രമല്ല, 1 ഡിജിറ്റ് നമ്പർ ആണ് 1. അതുകൊണ്ട് place value അവിടെ എത്രയേ ഉള്ളൂ? 1 മാത്രമാണ്. only 1 digit. place value is 1. And next 10. 10 ones 10. Here 2 numbers. അല്ലേ? 1 ഉണ്ട് 0 ഉണ്ട്. അല്ലേ? അപ്പൊ ഇവിടെ 2 ഡിജിറ്റ് നമ്പർ ആണ് 10. അതുകൊണ്ട് ഇവിടെ 1s ഉണ്ട് 10s ഉണ്ട്. അല്ലേ? പിന്നെയോ 100 പഠിച്ചു നമ്മൾ. അല്ലേ? 100ൽ എത്ര പ്ലേസ് ഉണ്ട്? എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ്. 1 2 zeros and 1. 1s 10s and 100. Here also 1s 10s and 100. ഇതിലൊക്കെ നമ്മൾ പഠിച്ചു സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ 1 ആണ്. ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ 1 ആണ്. ഏറ്റവും വലിയ ഒരക്ക സംഖ്യ 9 ആണ്. പിന്നെയോ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ 10 ആണ്. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99 ആണ്. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 100 ആണ്. 100ലാണ് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇനി മൂന്നക്ക സംഖ്യയില് 1 2 3 1s 10s and 100 3 ഡിജിറ്റ് നമ്പേഴ്സിലാണ് നമ്മൾ 100ലാണ് തുടങ്ങിയിട്ടുള്ളത്. ഇത് ഇനി നമ്മള് 1000 വരെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1000ല് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 ഡിജിറ്റ്സ്. How many digits in 1000? 4 digits. അപ്പൊ നമ്മള് 3 ഡിജിറ്റ് നമ്പേഴ്സിൽ തുടങ്ങി എവിടെ അവസാനിപ്പിക്കാൻ പോവാണ്? 1000. അതായത് 4 ഡിജിറ്റ് നമ്പേഴ്സിൽ അവസാനിപ്പിക്കാൻ പോവാണ്. 201 മുതൽ 1000 വരെ 1000 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. 200 വരെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് സെക്കൻഡ് ടേമില്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതുവരെയാണ്? 1000 ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 3 ഡിജിറ്റ് നമ്പേഴ്സിലാണ് നമ്മൾ തുടങ്ങുന്നത്. 100 മുതൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അത് നമ്മൾ അവസാനിപ്പിക്കുന്നത് എവിടെയാണ്? 4 ഡിജിറ്റ് നമ്പറിലാണ്. അതായത് 1000ലാണ്. 100ൽ തുടങ്ങി 1000ലാണ് അവസാനിപ്പിക്കുന്നത്. അതില് 201 മുതലാണ് ഇനി പഠിക്കാൻ പോകുന്നത്. 201 അത് ഒക്കെ എത്ര ഡിജിറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ? 3 ഡിജിറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെ? 100 ആണ് പ്ലേസ് വാല്യൂ ഉണ്ടാവേണ്ടത്. 1സും 10സും 100ഉം ആണ് ഉണ്ടാവേണ്ടത്. അപ്പൊ 201 എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ് ഉണ്ടാവുള്ളൂ. അതെങ്ങനെ നമ്മൾ എഴുതണം? 201 202 202 203 203 204 204 അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 201 ഇത് ones ആണ്. Here 0 is tens and 2 is 100. H means 100, T means tens, O means ones. നമ്മൾ already studied. What is it? 201. What is it? 201. 202. And 280, 0 80, 2 to 202. 203. 204. 205.
206, 207, 208, 209. 209 വരെ എഴുതി കഴിഞ്ഞാൽ 2 എഴുതിയിട്ട് n എഴുതിയാൽ 210 എന്ന് വായിക്കണം. എന്താ വായിക്കുക? 210. അപ്പൊ എങ്ങനെ എഴുതി നമ്മള് എല്ലാ നമ്പേഴ്സ് എഴുതുമ്പോഴും ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. 300 400 എന്നൊക്കെ എഴുതുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്പേഴ്സ് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. 3 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. നടുവിൽ സീറോ ഇങ്ങനെ എഴുതി പോവാം. 201, 201, 201, 202, 202, 203, 203, 204, 204, 205, 205, 206, 206, 207, 207, 208, 208, 209, 209, 210, 210. ഇനി 2 ഇട്ടിട്ട് 11, 12, 13, 14 അങ്ങനെ ഇനി തുടർച്ചയായിട്ട് അങ്ങനെ എഴുതി പോവാം. 211, 212, 213, 214, 215, 216, 217, 218, 219, 220. എന്താ ചെയ്തേ നമ്മള് 11, 12 എന്നൊക്കെ എഴുതിയില്ലേ? 2 ഇട്ടിട്ട് അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ 11, 12, 13, 14 അങ്ങനെ എത്ര വരെ എഴുതി? 220 എഴുതി. ഇനിയോ 221. അതേപോലെ തന്നെ 2 മുമ്പിൽ ചേർത്ത് ബാക്കി എല്ലാ നമ്പേഴ്സും നമ്മൾ കൊണ്ടുപോയി എഴുതാം. 222, 223, 224, 225, 226, 227, 228, 229, 230. എന്താ ചെയ്തത്? 2 ചേർത്ത് 21 to 30 യൂണിറ്റ്. 231, 232, 233, 232, 235, 236, 237, 238, 239, 240. ഇനി 41 മുതൽ repeat ചെയ്യുക. 241, 242, 243, 244, 245, 246, 247, 248, 249, എല്ലാം രണ്ടാദ്യം എഴുതിയിട്ട് ബാക്കി തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് എഴുതാണ് വേണ്ടത്. എവിടെ എത്തി? 250. 251, 252, 253, 254, 255, 256, 257, 258, 259, 260. Next, 261, 262, 263, 264, 265, 266, 267, 268, 269, 270. 270. Next, 271, 272, 273, 274, 275, 276, 277, 278, 279,
280. 281, 282, 283, 284, 285, 286, 287, 288, 289, 290. 291, 292, 293, 294, 295, 296, 297, 298, 299. 201 മുതൽ 300 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഈ നമ്പേഴ്സിൽ നമുക്ക് എങ്ങനെ നമ്പർ നെയിം എഴുതാൻ ചോദിക്കും. 272 ഈ നമ്പർ നോക്കാം. 272 എങ്ങനെയാണ് നമ്മൾ നമ്പർ നെയിം എഴുതാം? 272. Next 294 ആണ് ചോദിക്കുക. ഏതെങ്കിലും നമ്പേഴ്സ് ആണ് ചോദിക്കുക കേട്ടോ. 294. ഇതാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കില് കോളം വരച്ച് തന്നിട്ടുണ്ട് നമ്പേഴ്സ് എഴുതാനായിട്ട്. അതില് എല്ലാ നമ്പേഴ്സും ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ എത്ര വരെ പഠിച്ചത്? 300. നെക്സ്റ്റ് 301. 301. Ones, tens, and hundred. എത്ര പ്ലേസ് ഉണ്ടാവാൻ പാടുള്ളൂ? 3 നമ്പേഴ്സ് 3 ഡിജിറ്റ് ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ 301. നമ്മൾ 201 201 എഴുതില്ലേ, അതുപോലെ 301 301, 302 302. അങ്ങനെ എഴുതാം. 302, 303, 304, 305, 306, 307, 308, 309, 310. എത്ര വരെ എഴുതിയിട്ടുള്ളത്? 310. 310 വരെയാണ് എഴുതുന്നത്. ഇനി 311, 312, 313, 314, 315, 316, 317, 318, 319, 320. Next 321, 322, 323, 324, 325, 326, 327, 328, 329, 330, 331, 332, 333, 334, 335, 336, 337, 338, 339, 340. 340. 341, 342, 343,
344, 345, 346, 347, 348, 349, 350, 350. Three hundred and 351, 352, 353, 354, 355, 356, 357, 358, 359, 360, 361, 362, 363, 364, 365, 366, 367, 368, 369, 370, 371, 372, 373, 374, 375, 376, 377, 378, 379, 380, 381, 382, 383, 384, 385, 386, 387, 388, 389, 390. Next, 391, 392, 393, 394, 395, 396, 397, 398, 399. നമ്മള് 99 കഴിഞ്ഞാൽ 100 ഗേൾസ് അല്ലെ. അപ്പൊ 300 കൂടെ ഈ 99 കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു 100 ആ 300ന്റെ കൂടെ കൂട്ടി അത് നമുക്ക് എത്ര കിട്ടി? 400. 300 plus 100, 400. ഇനി എങ്ങനെയാണ് നമ്പർ നെയിം 364 ആണ് എഴുതുന്നത്. നമ്പർ നെയിം എങ്ങനെ എഴുതാം? നമ്മള് 364. 400. 400 തന്നെ എഴുതാം നമ്മള് 400. ഓക്കെ. ഇതാണ് 401 to 500. 401 മുതൽ 500 വരെയുള്ള നമ്പേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. 401. Here ones, here tens, and here 100. Ones, tens, and 100. 401, 402, 403, 404, 405, 406, 407, 408, 409, 410, 411, 412, 413, 413, 415, 416,
417, 418, 419, 420, 421, 422, 423, 424, 425, 426, 427, 428, 429, 430, 431, 432, 433, 434, 435, 436, 437, 438, 439, 440. Next, 441. 441, 442, 443, 444, 445, 446, 447, 448, 449, 450. Ini 350 after 51. 450 after 451. നമ്മൾ 201 to 450 വരെയുള്ള നമ്പേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. അത് നമ്പറും നമ്പർ നെയിമും നന്നായി പഠിക്കണം. നമ്പേഴ്സിന്റെ കൂടെ അതാത് നമ്പർ നെയിമും ചേർത്ത് പഠിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കില് ഫില്ല് ചെയ്യാനുണ്ട് നമ്പേഴ്സ്. അത് എല്ലാ പേജുകളും 400 വരെയുള്ള നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോ 253 എന്ന നമ്പറാണ് അതിന്റെ 253 എന്ന നമ്പറാണ്. ഇത് 3 ones ആണുള്ളത്, 5 tens ആണുള്ളത്, 2 hundreds ആണ് അല്ലെ. ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് കിട്ടിയത്? 3 ones ഉണ്ട്, 5 tens ഉണ്ട്, 2 hundreds ഉണ്ട്. ഇത് എങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? 200, 100ന്റെ പ്ലേസിൽ 2 ആണ് അല്ലെ. 10ന്റെ പ്ലേസിൽ 5, 50 plus 3 1 3. This is the expanded form of 253. 200s, 5 tens plus 3 ones. Here 384 ആണ് അതിന്റെ. Here 1's place 4, 10's place 8, 100's place 3. അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 300 plus 8 tens അതായത് 80 plus 4 ones 4. 300 plus 80 plus 4. This is the expanded form of 380.